ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യോഗ. യോഗയുടെ പ്രാധാന്യവും അതിന്റെ ഗുണഫലങ്ങളും ലോകമെമ്പാടുമുള്ള യോഗയുടെ സ്വാധീനവും ഓർമ്മിപ്പിക്കലാണ് ഈ ദിനം ഉദ്ദേശിക്കുന്നത്. കേവലം ശാരീരിക വ്യായാമങ്ങൾക്കപ്പുറം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിപ്പിക്കുന്ന ഒരു പുരാതന ഭാരതീയ ജീവിത രീതിയാണ് യോഗ. വിവിധ ആസനങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും യോഗ വ്യക്തിക്ക് മാനസികവും ശാരീരികവുമായ ക്ഷേമവും സൗഖ്യവും വാഗ്ദാനം ചെയ്യുന്നു. 2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. 177 രാജ്യങ്ങളുടെ പിന്തുണയോടെ പ്രമേയം പാസാകുകയും 2015 മുതൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. യോഗയെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കുവാനും പിരിമുറുക്കം നിറഞ്ഞ ജീവിതശൈലികളിൽ നിന്ന് മാറി നടക്കാനുള്ള ഒരു മാർഗമായി പ്രചരിപ്പിക്കാനുമാണ് യോഗാദിനം ആചരിക്കുന്നത്. പേശികളെ ബലപ്പെടുത്താനും ശരീരത്തിന് വഴക്കം നൽകാനും യോഗ സഹായിക്കുന്നു. ദഹന പ്രശ്നങ്ങൾ, നടുവേദന, സന്ധിവേദന തുടങ്ങിയ അസുഖങ്ങൾക്കും യോഗ ആശ്വാസം നൽകുന്നു. ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും യോഗ സഹായിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. യോഗ എല്ലാവർക്കും ആരോഗ്യത്തിനും ലോകത്തിനും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. റിസർച്ച് ഡെസ്ക് 24.